ഓവണില്ലാതെ വീട്ടിൽ തന്നെ സിമ്പിളായ അടിപൊളി നല്ല ടേസ്റ്റി പിസ്സ ഉണ്ടാക്കാം. ഓവണില്ലെന്ന് കരുതി ഇനി ആരും പിസ്സ ഉണ്ടാക്കാതിരിക്കണ്ട. ഒരു ബൗളിൽ 1 ഗ്ലാസ് ഇളം ചൂടുവെള്ളം, അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാര, 1.5 സ്പൂൺ ഈസ്റ്റ്, ഡ്രൈ ഓർ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നല്ലപോലെ മിക്സ് ചെയ്ത് മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് റെസ്റ്റിന് വയ്ക്കാം. തുറന്ന് നോക്കുമ്പോഴേക്കും നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. പഞ്ചസാര ചേർക്കുന്നത് ഈസ്റ്റ് പെട്ടെന്ന് പുളിക്കാനാണ്. ഇനി അതൊരു ചെറിയ പൊടി കുഴയ്ക്കാൻ പാകത്തിനുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റണം. 2 കപ്പ് മൈദ, അതായത് 1/2 കിലോയ്ക്ക് കുറച്ച് കുറവ്. 1/2 കിലോയാണ് വാങ്ങിയതെങ്കിൽ കുറച്ച് നമ്മൾ കുഴയ്ക്കാനായി മാറ്റി വയ്ക്കണം. നല്ലപോലെ കുഴച്ച് ആവശ്യമെങ്കിൽ ഇളം ചൂടുവെള്ളം ചേർത്ത് പിന്നെയും കുഴയ്ക്കാം. പാത്രത്തിൽ നിന്ന് മാറ്റി പൊടി വിതറി നല്ലപോലെ മിക്സ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. മാവ് ഡ്രൈ ആവാതിരിക്കാൻ മുകളിൽ അല്പം ഓയിലോ ഗീയോ തേച്ച് കൊടുക്കാം. മാവ് റെഡിയാവുന്ന സമയം കൊണ്ട് പിസ്സയുടെ മുകളിൽ ഇടാനുള്ള ചിക്കൻ റെഡിയാക്കാം. അതിലേക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1 സ്പൂൺ സോയാ സോസിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് ഫോർ ടേസ്റ്റ്. നല്ലപോലെ മിക്സ് ചെയ്ത് ബട്ടറിലോ ഓയിലിലോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് കുറച്ച് ചേർത്ത് കൊടുത്താൽ നല്ല മണവും രുചിയും കിട്ടും. ഒരു മണിക്കൂറിന് ശേഷം മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടാവും. മാവ് 2ആയി കട്ട് ചെയ്യാം. 1/2 കിലോ മാവിൽ നിന്ന് 2 വലിയ പീസ് ഉണ്ടാക്കാം. കട്ട് ചെയ്ത മാവ് ബൗളുകളാക്കി മാറ്റി വെക്കാം. പിസ്സയുടെ സോസിനായി ടൊമാറ്റോ കെച്ചപ്പ്, സോയാ സോസ്, കുറച്ച് ബർഗർ സ്പ്രെഡ്. ടൊമാറ്റോ കെച്ചപ്പ് മാത്രം മതി, ബാക്കിയുള്ളത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്തെന്ന് മാത്രം. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. മാവ് നെയ്യ് പുരട്ടിയ ഒരു സ്റ്റീൽ പാത്രത്തിൽ നല്ലപോലെ പരത്തി എഡ്ജ് കുറച്ച് കട്ടി വരുന്ന രീതിയിൽ പരത്തിയെടുക്കണം. നടുക്ക് ഫോർക്ക് കൊണ്ട് കുത്തി കൊടുക്കണം. ശേഷം തയ്യാറാക്കിയ സോസ് മുകളിൽ സ്പ്രെഡ് ചെയ്ത് മോസറല്ല ചീസ് വിതറി കൊടുക്കാം. ക്യാപ്സിക്കം, സവാളയും എല്ലായിടത്തും എത്തുന്ന പോലെ ഒന്ന് വെച്ച് കൊടുക്കാം. നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ കൂടി വിതറി കുറച്ചുകൂടി ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ബട്ടർ മുകളിലിട്ടാൽ പിസ്സ കുറച്ചുകൂടി റിച്ച് ആൻഡ് ടേസ്റ്റായി കിട്ടും. ഓവണിന് പകരം ഒരു കുഴിവുള്ള പാത്രം ചൂടാക്കി അതിൽ ചെറിയൊരു കറിപ്പാത്രം വെച്ച് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെക്കണം. ഉപ്പിട്ടില്ലെങ്കിൽ കറിപ്പാത്രത്തിൻ്റെ കളർ മാറും. അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് വേവിച്ചാൽ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ പിസ്സ റെഡി. ഇൻഗ്രീഡിയൻസ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ബൈ.